ആഷി ജാസി പ്രഗ്നന്റ് ആണെന്ന് ഇപ്പൊ പറഞ്ഞു. കേട്ട് നിങ്ങള്? അത് സത്യാണ്. നിങ്ങൾ വെറുതെ ഞാൻ നോണ പറയുന്നത് കേൾക്കണ്ട, സത്യമാണ്. ആദ്യം പറഞ്ഞ ഒരു നുണ ഇതല്ല. ഇത് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ നുണ. അതിന് മുന്നേ പറഞ്ഞത് എനിക്ക് ഒരിക്കലും സർജറി ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയാണ് എന്നുള്ളത്. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ സർജറി ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞ് ബോട്ടം മാത്രം ചെയ്തിട്ടും ആളുകളെ പറ്റിച്ചുകൊണ്ട് ഓരോ വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്ത ഹെൽനസ് പാർട്ടേ എന്ന് പറയുന്ന വ്യക്തിയെ ജനമധ്യത്തിനിടയിൽ ഇരിക്കുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്തിട്ട് അങ്ങ് തുണി പൊക്കി കാണിച്ചു കൊടുത്തു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയെ വന്നത് കേട്ടോ. എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ ഹിജറ്റകൾ കൈയും കൊട്ടി വരും. എന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് പണം ചോദിക്കും, പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ തുണി പൊക്കി കാണിക്കും. അടിപൊളി, കറക്റ്റ് പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും സർജറി ചെയ്യില്ല എന്ന് പറഞ്ഞു, പിന്നെ ഞാൻ സർജറി ചെയ്യുമെന്ന് പറഞ്ഞു. എന്റെ കൂടെയുള്ള എന്റെ പാർട്ണർ അവൻ ഒരു സ്വവർഗ അനുരാഗിയാണെന്ന് പറഞ്ഞു. സ്വവർഗ അനുരാഗിക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയോട് താല്പര്യം തോന്നുന്നത്? ഒരിക്കലും തോന്നില്ല. ഇവിടെ സ്ത്രീ ആയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്. കൊള്ളാം, അടിപൊളി പ്രഹസനങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് സൂചിപ്പിക്കാനായിട്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സ്ത്രീകളെ അപമാനിക്കുന്നു, ഞാൻ പ്രഗ്നന്റ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ സ്ത്രീയാണെന്ന് പറയുന്നു, അല്ല എന്റെ താടി എനിക്കൊരു കവചമാണ്, രക്ഷാകവചമാണെന്ന് പറയുന്നു. അങ്ങനെ മാറി മാറി പറയുന്ന വാക്കുകളും ഒരു തരത്തിലും ഒരു കാര്യത്തിനെ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്ത നാക്കും, അതും വെച്ചുകൊണ്ടാണ് ജാസിയുടെ ഓരോ ഊളത്തരങ്ങൾ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. മതത്തെ അവഹേളിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം ട്രാൻസ്ജെൻഡേഴ്സിന്റെ സ്ഥാനം എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആകെ ഹൈന്ദവ മതവിശ്വാസ പ്രകാരം മാത്രമാണ് അവർക്ക് എന്തെങ്കിലും സ്ഥാനമുള്ളത്. ഇനി ക്രൈസ്തവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ നിയമപ്രകാരം ഇവരെ ഒരിക്കലും കൂടെ ചേർത്ത് വെക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നു പോകാം. എന്തുകൊണ്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇവരെ തള്ളിക്കളയുന്നു, ഇവരെ ശപിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകളെ അനുകരിക്കുന്ന പുരുഷന്മാരെയും പുരുഷനെ അനുകരിക്കുന്ന സ്ത്രീകളെയും അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ആ ശപിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും നബി ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവർക്ക് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ വരാനുള്ള അവകാശം ഉണ്ടായി. കാരണം ഇവർക്ക് സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക താല്പര്യം ഒരിക്കലും ഉണ്ടാവില്ല, പുരുഷന്മാരോടായിരിക്കും അട്രാക്ഷൻ എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. വടുക്കോറങ്ങളിലൂടെ അല്ലെങ്കിൽ വീടിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ ഇവർ വീടുകളിലേക്ക് കയറിയിരുന്നു. വീടുകളിൽ കയറിയതിനു ശേഷം അവിടെയുള്ള സ്ത്രീകളുമായിട്ട് നന്നായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നു, സംസാരിച്ചിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ നേരെ വീട്ടിന് പുറത്തു പോയി കഴിഞ്ഞാൽ പുരുഷന്മാരുമായിട്ടാണല്ലോ ഇവർക്ക് സമ്പർക്കം കൂടുതൽ വേണ്ടത്, പുരുഷന്മാരുമായിട്ടാണല്ലോ ഇവർക്ക് താല്പര്യങ്ങൾ ഉണ്ടാവുക. ആ പുരുഷന്മാരുമായിട്ട് സല്ലപിക്കുന്ന സമയങ്ങളിൽ മറ്റുള്ള വീടുകളിലുള്ള സ്ത്രീകളുടെ ശരീര സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കും. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ സ്ത്രീകളുള്ള വീട്ടുകളിൽ ഇവരെ കയറ്റാതിരിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, അത്തരക്കാരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നതിന് ശേഷം ഇന്നയാളെ പുറത്താക്കി എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു വൃത്തികേട് പറഞ്ഞ ആ ഒരു വ്യക്തിയെ പുറത്താക്കിയിട്ടുണ്ട്. ഇതാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം പഠിപ്പിക്കുന്നത്. ആൺവേഷം കെട്ടി നടക്കരുത്, പെൺവേഷം കെട്ടി നടക്കരുത്, പെണ്ണ് പെണ്ണും ആണാണുമായിട്ട് തുടരുക എന്നുള്ളതാണ്. ലോകത്തിൽ ഏകദേശം 60ഓളം രാജ്യങ്ങൾ ഇവരെ ബാൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് സ്ത്രീയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ആയതുകൊണ്ടാണ്. സ്ത്രീ വേഷം കെട്ടി നടക്കുന്ന പുരുഷന്മാരുണ്ട്, ക്രൈംസ് ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ ഈ ലൈംഗിക തൊഴിൽ, ഇതൊക്കെ പല രാജ്യങ്ങളിലും ആളുകൾ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇപ്പൊ UAE അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ ഇവർക്ക് ഒരിക്കലും വേഷം കെട്ടി നടക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡർ കാർഡുമായിട്ട് ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെ ഒരു നിയമം വന്നു. 2014 ആദ്യമായി അങ്ങനെ ഒരു നിയമം പാസ്സാവുന്നത്. 2017 ആകുമ്പോൾ അതിൽ വീണ്ടും ഭേദഗതി വന്നു. ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു കാർഡ് പ്രഖ്യാപിക്കുന്നു. പാസ്പോർട്ടിലും ഐഡന്റിറ്റി കാർഡിലും ആ ഒരു കാർഡ് ഉപയോഗിക്കാം. ഈ കാർഡുമായിട്ട് പാസ്പോർട്ടിൽ മാറ്റി കഴിഞ്ഞാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പോയ ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. കാരണം അവിടെ അതിനൊരു മാറ്റം വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ കണ്ട് ആളുകൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് മാറുമോ എന്നുള്ള ഭയം കാരണം ഇസ്ലാമിക രാജ്യത്ത് ശരീഅത്ത് നിയമമുള്ള രാജ്യങ്ങളിൽ ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പന്ത് തട്ടിയതുപോലെ ഇപ്പൊ ജാസി തിരിച്ചിവിടെ വന്ന് കിടക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ബൈബിളിൽ എന്ത് പറയുന്നു എന്ന് നോക്കാം. സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കരുത്, പുരുഷൻ സ്ത്രീയുടെ വസ്ത്രവും ധരിക്കരുത്. ഇങ്ങനെ ചെയ്യുന്ന ഏതൊരാളെയും നിന്റെ ദൈവമായ യഹോവ വെറുക്കുന്നു എന്നുള്ളതാണ്. ഈ വെറുപ്പ് എന്നുള്ള സാധനത്തിനെ അറപ്പുളവാക്കുന്നത് എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇസ്ലാം മതവിശ്വാസ പ്രകാരമാണെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി മതങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു നാണക്കേടുള്ള ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. കാലം മാറും, അതിനനുസരിച്ച് നമ്മളും മാറും എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് പുരോഗമന ചിന്താഗതി വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ പുരോഗമന ചിന്താഗതിയുള്ള ആളുകളുടെ ഏകദേശം 2-3% ആളുകൾക്ക് മാത്രമാണ് ഇത് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണെന്നുള്ളത്. ഇതൊക്കെ നോർമലാണെന്ന് പറയുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. നമുക്ക് എന്തായാലും ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ലൈഫ് ജീവിക്കട്ടെ, അത് അവരുടെ താല്പര്യത്തിന് ജീവിക്കട്ടെ എന്നുള്ളതാണ്.
അടുത്തത്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ ഒരു ലിംഗമാറ്റം ക്രിമിനൽ കുറ്റമായിട്ട് കാണുന്നത് നമുക്ക് നോക്കാം. മലേഷ്യയില് ശരീഅത്ത് നിയമം ആണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ഇതില് വലിയ ശിക്ഷയോ തടവോ അല്ലെങ്കിൽ പിഴയോ ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നൈജീരിയ, ട്രാൻസ്ജെൻഡർ സത്വവും അവർ ഒത്തുചേരുന്നതും കർശനമായി നിരോധിച്ച രാജ്യമാണിത്. ഗാംബിയ, സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാർക്ക് കഠിന തടവ് നൽകുന്ന നിയമങ്ങൾ ഇവിടെയുണ്ട്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയോ പുരുഷനോ എന്താവട്ടെ ജീവൻ ഉണ്ടായാൽ മതി എന്നുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. പിന്നെ മനുഷ്യന്മാരാണല്ലോ, മാനുഷിക പരിഗണന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കാര്യം കൊണ്ട് വേണം. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. 2014 അങ്ങനെ ഒരു നിയമം സുപ്രീം കോടതി പാസ്സാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അടുത്തിടെ ഈ നിയമങ്ങൾ, അതായത് ഇവരെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇവരെ അംഗീകരിക്കാത്ത നിയമങ്ങൾ കർശനമാക്കിയത് റഷ്യ 2023 ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ, ഹോർമോൺ ചികിത്സകൾ എന്നിവ റഷ്യയിൽ നിരോധിച്ചിരിക്കുന്നു. കൂടാതെ ലിംഗം മാറ്റിയവർക്ക് കുട്ടികളെ ദത്തെടുക്കാനോ വിവാഹം കഴിക്കാനോ അനുവാദമില്ല. ട്രാൻസ്ജെൻഡർ പ്രസ്ഥാനങ്ങളെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിലാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്രമാത്രം ഒരു വലിയ ക്രൈമായിട്ടാണ് ആ രാജ്യങ്ങളൊക്കെ ഇത് കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കുറെ ആളുകൾ ഇപ്പൊ ലെസ്ബിയൻ കപ്പിൾസ് ആയ ആദില നൂറയൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം അല്ലെങ്കിൽ എടുത്ത് വളർത്തണം എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ദത്തെടുക്കുന്ന സമയത്ത് ഈ കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടി ജനിച്ചു വളർന്ന ഏത് സാഹചര്യമാണ് ആ സാഹചര്യത്തിനനുസരിച്ച് മാറും എന്നുള്ളതാണ്. അവരുടെ സംസ്കാരവും മാറും എന്നുള്ളതാണ്. അങ്ങനെ ഇവർക്ക് ദത്തെടുക്കാൻ അവകാശം ഉണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെ അവകാശമുണ്ട് എങ്കിൽ പോലും അവർ ദത്തെടുത്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുട്ടി എന്തായി മാറും? ഒരു 95% ആളുകളും ഇത്തരം ആളുകളെ അംഗീകരിക്കുന്നില്ല, താല്പര്യവുമില്ല. അത്തരം സാഹചര്യത്തിൽ ഈ കുട്ടി ഈ രീതിയിലേക്ക് മാറുമ്പോൾ ആ കുട്ടി നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവരെത്രത്തോളം നാണം കെട്ട് ജീവിക്കേണ്ട അവസ്ഥ വരും? അതൊക്കെയാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് കാണുന്നത്. അതുകൂടാതെ നയൻതാരയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഈ പറയുന്ന ജാസി. അവർക്ക് കുഞ്ഞുണ്ടായതുപോലെ ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഒരാണും ചേരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവില്ല. അവിടെ നയൻതാരയുടെ ഭർത്താവിന്റെയും അണ്ടബീജങ്ങള് മറ്റൊരു ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചിട്ട് അതിലുണ്ടായ കുഞ്ഞാണ്, അവരുടെ കുഞ്ഞ് തന്നെയാണ്. അതേപോലെ ജാസിക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാക്കാൻ കഴിയില്ല. അവിടെ ആണും ചേരുമ്പോൾ ഒരിക്കലും കുഞ്ഞുണ്ടാകില്ല എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാനാണ് ജാസി ആ നാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ബാത്റൂമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളത്. ഒന്ന് കേൾക്കാം. പബ്ലിക്കലി ഇറങ്ങുമ്പോൾ ജാസ്തി ചെയ്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഇവർക്ക് എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്ത് ടോയ്ലറ്റ്, അതാണ് ഏറ്റവും വലിയ സംഭവം. ഞാൻ ഒന്നാമത് പബ്ലിക്കലി പോകുമ്പോൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല. പിന്നെ ഇപ്പോൾ റിനേ മെഡിസിറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഓൾറെഡി നമുക്ക് അതേഴ്സിനുള്ള ടോയ്ലറ്റ് ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ടോയ്ലറ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനത്തെ ടോയ്ലറ്റ്സിന് മാത്രമേ കയറുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഒരു ലോങ് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയാ ഒരു പെട്ടെന്ന് നമുക്ക് ഒരു യൂറിൻ പാസ് ചെയ്യാൻ പമ്പിൽ ഓൾറെഡി ജെന്റ്സ് ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലേഡീസിന്റെ ടോയ്ലറ്റിൽ കയറുമ്പോൾ പ്രശ്നമാണ്, ജെന്റ്സിന്റെ ടോയ്ലറ്റ് കയറുമ്പോഴും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അത് നമ്മളൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്, നമ്മൾ ഏത് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നുള്ളത്. ഇവിടെ സർജറി ചെയ്യാത്തിടത്തോളം കാലം, ബോട്ടം സർജറി ചെയ്യാത്തിടത്തോളം കാലം ജാസി പുരുഷനായിട്ട് തന്നെയാണ് തുടരുന്നത്, സ്ത്രീവേഷം കെട്ടിയ പുരുഷനായിട്ട് തന്നെയാണ് തുടരുന്നത്. അപ്പൊ അവർക്ക് ഒരിക്കലും സ്ത്രീകളുടെ ബാത്റൂം ഉപയോഗിക്കാൻ കഴിയില്ല. പുരുഷന്മാരുടെ ബാത്റൂം ഉപയോഗിക്കുമ്പോഴുള്ള അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീവേഷം കെട്ടിയിട്ട് ഒരാൾ കയറി വരുമ്പോൾ ആളുകൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും, എന്താണ് പുരുഷന്മാരുടെ ബാത്റൂമിൽ ഇവർ കയറുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെ കൂടുതലായിട്ട് വർണ്ണിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച വിനയാണ്. ഞാൻ പൊതുവെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നോർമലി ജെന്റ്സിന്റെ ടോയ്ലറ്റ് യൂസ് ചെയ്യാറുണ്ട്. അവിടെ ആളുണ്ടോ ഇല്ലെന്ന് അറിയാം. ജെന്റ്സിന്റെ ടോയ്ലറ്റിൽ യൂസ്, ഇപ്പൊ പബ്ബിലൊക്കെ പോവാണെങ്കിൽ ഒറ്റ ടോയ്ലറ്റിൽ ഒരാൾക്കല്ലേ യൂസ് ചെയ്യാൻ, ഒരുപാട് ആൾക്കാരൊന്നും ഒരു ടോയ്ലറ്റ് യൂസ്. അതെ. ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി ടോയ്ലറ്റുകളൊക്കെ മഹാരാജാസ് കോളേജിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ബാത്റൂമുകളൊക്കെ വേണമെന്നാണ് ഇപ്പൊ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം കേരളത്തിൽ 30 ഇത്തരം ടോയ്ലറ്റുകൾ ഉള്ളത്. അതിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, അതേപോലെ തന്നെ മഹാരാജാസ് കോളേജിലുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനുകളാണ് കൂടുതലുള്ളത്. പിന്നെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനൊരു ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കാനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഇവർക്ക് പബ്ലിക്കിൽ ഇങ്ങനെയുള്ള ടോയ്ലറ്റുകൾ ഇല്ല. അത് വലിയൊരു വിഷമകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതൊക്കെ മതങ്ങൾ ഇവരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യന്മാരുടെ മനസ്സിനകത്ത് ഇവരുടെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ താഴെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പറയുമ്പോൾ ജാസിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡയലോഗ് അടിക്കുക, സ്വന്തം വീട്ടിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസും ഗേ കപ്പിൾസും. ഇതൊക്കെ കാണാൻ ഇപ്പൊ ക്യൂട്ടായ ആളുകളെ കാണുമ്പോൾ രസമാണെന്നല്ലാതെ സ്വന്തം വീട്ടിൽ അത് വരുമ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കുള്ളൂ എന്നുള്ളതാണ്. വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾ മാറുക എന്ന് പറയുന്നത്
ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുകയും അതേപോലെ തന്നെ ലെസ്ബിയൻ കപ്പിൾസിനെ അംഗീകരിക്കുകയാണ് എന്നുള്ള ഒരു ബോധമില്ലായ്മയാണ് ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ അംഗീകരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും കഴിയുന്ന ഒരു കാര്യമില്ല അത്. നമുക്കത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ബിഗ് ബോസ് വന്നതോട് കൂടിയിട്ടാണ് ലെസ്ബിയൻ കപ്പിൾസിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വന്നിട്ടുള്ളത്. അത് കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് മാത്രമാണ് ആളുകൾ ഇതിനെ വലിയ സപ്പോർട്ട് ചെയ്തത്. കാണാൻ ഭംഗിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോടും താല്പര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാന്റെ നമുക്ക് ഭ്രാന്തായ കാണാൻ നല്ല ചേലാണെന്നുള്ളത്. ഇവിടെ ജാസി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മക്കൾ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ മക്കൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് അങ്ങനെ മക്കൾ ഉണ്ടായി ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഒരു സ്ത്രീയെ വിളിച്ച് ഈ ഒരു മാറിയുടെ പ്രദർശനം കാണിച്ചത് ഒരു വലിയ ഊളത്തരം തന്നെയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ തന്നെയാണോ നിങ്ങളുടെ ലക്ഷ്യം എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കാണുന്ന ആ ആളുകളും മറ്റുള്ള ആളുകളും തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല, ഒരു വ്യത്യാസമില്ലാതെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ജീവിക്കാൻ എല്ലാ മനുഷ്യന്മാർക്കും അവകാശമുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്. അതിനൊക്കെ നമ്മൾ മാനിക്കുന്നു. പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഊളത്തരം പറയുകയും കാണിക്കുകയും ചെയ്തിട്ട് അവസാനം കൊഞ്ഞലം കുത്തി നടക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ വലിയ ഊളത്തരം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഭൂമിക്ക് ഒരു പ്രകൃതി നിയമമുണ്ട്. ആ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അത് പ്രകൃതി തന്നെ തിരിച്ച് പണി തരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കുന്നുകൾ നികത്തി നമ്മൾ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭൂമി കുലുങ്ങാറുണ്ട് അല്ലെ. പുഴയിൽ നിന്ന് വലിയ രീതിയിൽ മണൽ എടുത്തു കൊണ്ടുപോകുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അത് തന്നെയാണ് ഭൂമിയിൽ ഒരു നിയമമുണ്ട്, ഒരു പ്രകൃതി നിയമം. അതിനെ ലംഘിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ തിരിച്ചതിനൊരു പണി തരും. ആ ഒരു പണി വരും കാലങ്ങളിൽ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസപ്രകാരം തന്നെ ജീവിക്കുക, അത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾ പെണ്ണായിട്ടോ ആണായിട്ടോ തുടരുക, നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഊളത്തരം കാണിക്കുമ്പോഴും പറയുമ്പോഴും എത്രമാത്രം നാണക്കേട് ഈ സമൂഹത്തിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്ക് ഇവരോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ പറയുന്ന വാക്കുകൾ അത് ജനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കുക തന്നെ ചെയ്യണം. അപ്പൊ വീണ്ടും പരപതി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.